ഇത് ഈ പ്രതിപക്ഷ ഈ സംഘടനകളുടെ കാര്യം പറഞ്ഞു, അധ്യാപകരുടെ എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം അവർ നടത്തിയത്? ഇതിലെന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ശരിക്കും അവരുടെ അങ്ങനെ ഒരു വേണമെന്നൊരു ആവശ്യം ന്യായമാണോ? അതിലൊരു ന്യായമില്ല. നമ്മളൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വിദ്യാഭ്യാസ നിയമ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളെ കുട്ടികൾക്ക് അരമണിക്കൂർ കൂടുതലൊന്ന് പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? 15 മിനിറ്റ് രാവിലെ വലിയ കാര്യമാണ്. ഉച്ചയിലും 15 മിനിറ്റ് ഇതൊരു സമയമല്ലല്ലോ ഇപ്പോൾ. ഇപ്പോൾ തന്നെ പല സ്കൂളുകളിലും 9 മണിക്ക് ഇങ്ങനെ നീണ്ടുപോകുന്ന പല സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ പല സ്കൂളുകളിലും കൂടുതൽ സമയം എടുക്കുന്നുണ്ട് നമ്മുടെ നിർദ്ദേശമില്ലാതെ. അപ്പോൾ നിർദ്ദേശമില്ലാതെ കൂടുതൽ സമയം എടുക്കുന്ന അവസരത്തിൽ ഗവൺമെൻറ് നിർദ്ദേശമില്ല, നിങ്ങൾ പഠിപ്പിക്കേണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഇപ്പം സമയം കൂടുതൽ വേണം. കാര്യം എന്ന് വെച്ചാൽ കായിക ഇനത്തിന് വേണ്ടി 1 അവർ മാറ്റിവെക്കാൻ വേണ്ടി പോവുകയാണ്, കലാവിഭാഗത്തിന് വേണ്ടി 1 അവർ മാറ്റിവെക്കാൻ വേണ്ടി പോവുകയാണ്, കൃഷി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി 1 അവർ മാറ്റിവെക്കാൻ പോവുകയാണ്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ. ഞാനിപ്പോൾ ഇവിടെ പോകുന്നത് ഇന്ന് ലഹരിക്കെതിരായിട്ടുള്ള പ്രഭാഷണം നടക്കുകയാണ്. ഇന്ന് കേരളം ഒട്ടാകെയുള്ള ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്ക് ലഹരിക്കെതിരായിട്ടുള്ള പ്രഭാഷണം നടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടെ ആകുമ്പോഴേ ഒരു സ്റ്റുഡൻ്റ് ആവുള്ളൂ, ഇല്ലെങ്കിൽ അവൻ പുസ്തകപ്പുഴാവും. നിങ്ങൾ പത്രക്കാരിൽ ചോദിച്ചു നോക്കി ഏതെങ്കിലും വിദ്യാർത്ഥികൾ വിളിച്ചിട്ടൊരു പൊതു കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടൊക്കെ അവർക്ക് പഠിപ്പിച്ചാലേ അവർ പഠിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സമയം കൂടുതൽ വേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മളെ കുട്ടികൾ ദേശീയാടിസ്ഥാനത്തിലും സർവ്വദേശീയാടിസ്ഥാനത്തിലൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പോകണമെങ്കിൽ അവർക്ക് നല്ല കൃത്യമായിട്ടുള്ള വിജ്ഞാനം അക്കാര്യത്തിൽ ആവശ്യമാണ്. അത് സാമ്പത്തിക ശേഷിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്യൂഷൻ സെൻറ്റേഴ്സും അതുപോലെ സഹായിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. പാവപ്പെട്ട കർഷക തൊഴിലാളിയും പാവപ്പെട്ട വളരെ ദാരിദ്ര്യം വഹിച്ച് ഉള്ള വീടുകളിൽ നിന്നുള്ള കുട്ടികളും ഇപ്പം വിദ്യാഭ്യാസത്തിന് വരുന്നുണ്ടെന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്കൊക്കെ തന്നെ ഒരു താങ്ങായിട്ടുള്ളത് നമ്മുടെ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നമുക്കിപ്പോൾ ഒരു മതമാറ്റിയിട്ട് ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ ഇത് അടിച്ചമർത്തി നമുക്കിത് നടപ്പിലാക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. എതിർപ്പുകൾ വന്നു കഴിഞ്ഞാൽ സർക്കാർ അത് പുനഃപരിശോധിക്കാൻ അത് സ്വാഭാവികമായിട്ടൊരു ജനോക്രസിയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അവരോട് ചർച്ച ചെയ്യണം, പരിശോധിക്കുകയും ചെയ്യണം ആവശ്യമാണ്. ജില്ലയിലെ ഒരു വിഷയം, ജില്ലയിൽ ഇവിടെ വിദ്യാഭ്യാസ ഓഫീസർ ഇല്ലാതായിട്ട് പറയാറ് നാളുകളായി. അതിനുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏതാ ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർ ജില്ലയിലായിട്ട് കുറേ കാലമായി. ഇന്നലെ അവിടെ പരീക്ഷ നടക്കുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോ അതോ ഡി ഡി ആണോ? ഡി ഡി ആണോ ഡി യു ആണോ? ഡി ഡി രാവിലെ പെൻഷൻ പറ്റി. ഇത് നോക്കാം. ഞാൻ ഇങ്ങനെ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം.